നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫൗണ്ടേഴ്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ആൻഡ് ഓതേഴ്സും, അതുപോലെ തന്നെ അബ്രീവിയേഷൻസുമാണ് നോക്കാൻ പോകുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ച് വിധമാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ ഒന്ന് രാവിലെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിൽ തന്നെ ഇരിക്കും, എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫൗണ്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. WWW അതായത് വേൾഡ് വൈഡ് വെബിൻ്റെ ഫൗണ്ടറാണ് ടിം ബെർണേഴ്സ്-ലീ. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനാണ് ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ ലാറി പേജും സെർജി ബ്രിനുമാണ്. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനാണ് മാർക്ക് സക്കർബർഗ്, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി ട്വിറ്റർ ആണെന്നുണ്ടെങ്കിൽ ജാക്ക് ഡോസിയാണ്. ഓർക്കുട്ടിൻ്റെ സ്ഥാപകനാണ് ഓർക്കുട്ട് ബെയ്ക്കുട്ടൻ. അതുപോലെ തന്നെ വിക്കിപീഡിയ ആണെന്നുണ്ടെങ്കിൽ ജിമ്മി വെയിൽസും ലാറി സാങ്കറുമാണ് വിക്കിപീഡിയയുടെ ഫൗണ്ടേഴ്സ്. അതുപോലെ തന്നെ വിക്കി ലീക്സ് ആണെന്നുണ്ടെങ്കിൽ ജൂലിയൻ അസാഞ്ചിയാണ് വിക്കി ലീക്സിൻ്റെ സ്ഥാപകൻ. യാഹു ആണെന്നുണ്ടെങ്കിൽ ജെറി യാങ്ങും ഡേവിഡ് ഫിലോയുമാണ് യാഹുവിൻ്റെ ഫൗണ്ടേഴ്സ്. ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ റേ ടോമിൽസണും ജിമെയിൽ ആണെങ്കിൽ പോൾ ബക്കറ്റുമാണ്. തിരിഞ്ഞു പോകല് ഇമെയിൽ റേ ടോമിൽസണും ജിമെയിൽ പോൾ ബക്കറ്റുമാണ്. വാട്സപ്പിൻ്റെ സ്ഥാപകരാണ് ജാൻ കൗമും ബ്രയാൻ ആക്ടനുമാണ് വാട്സപ്പിൻ്റെ സ്ഥാപകർ. അപ്പോൾ കുറേശ്ശെ ഫൗണ്ടേഴ്സ് വീതം പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്കും അവരുടെ ഓതേഴ്സിനെ നോക്കാം. ഹിറ്റ് റിഫ്രഷ് എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതറാണ് സത്യനാഥല്ലയാണ് ഹിറ്റ് റിഫ്രഷ് എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതർ. അതുപോലെ തന്നെ ഇമാജിങ് ഇന്ത്യയുടെ ഓതർ എന്ന് പറയുന്നത് നന്ദൻ നിലേകനിയാണ്. ദ ജോയി ഓഫ് നമ്പേഴ്സ് ശകുന്തളാദേവിയുടെയാണ്. ദ ജോയി ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ബുക്ക്. ശകുന്തളാദേവി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ശകുന്തളാദേവിയാണ്. ഒരു ഗണിത ശാസ്ത്രജ്ഞയാണ് ശകുന്തളാദേവി. ഇനി അടുത്തത് വൺ നൈറ്റ് അറ്റ് കാൾ സെൻറ്റർ. ഇതാരുടെയാണ്? ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. ചേതൻ ഭഗത്തിൻ്റെയാണ് വൺ നൈറ്റ് അറ്റ് കാൾ സെൻറ്റർ. പാസേജ് ഫ്രം ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന് പറയുന്ന ബുക്ക് ചാൾസ് ബാബേജിൻ്റെയാണ്. ബിസിനസ് അറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട് ബിൽ ഗേറ്റ്സിൻ്റെയാണ്. എ ബെറ്റർ ഇന്ത്യ ബെറ്റർ വേൾഡ് ഇതാരുടെയാണ്? NR നാരായണമൂർത്തിയുടേതാണ് എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ്. വിഷൻ വാല്യൂസ് ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതർ സാം പിത്രോടെയാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത അബ്രീവിയേഷൻസിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അബ്രീവിയേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അൽഗോൾ എന്ന് പറഞ്ഞാൽ അൽഗോരിതമിക് ലാംഗ്വേജ്. ആൻസി ആണെങ്കിൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആസ്കി ആണെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. ആസ്കിയും ആൻസിയൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. BCD ആണെങ്കിൽ ബൈനറി കോഡഡ് ഡെസിമൽ. നെക്സ്റ്റ് വണ്ണാണ് ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമാണ് ബയോസ്. CAD എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് CAD. CGA എന്ന് പറഞ്ഞാൽ കളർ ഗ്രാഫിക്സ് അഡാപ്റ്റർ ആണ് CGA. നെക്സ്റ്റ് വണ്ണാണ് DBA എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. DBMS എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതാണ് DBMS. അടുത്തതെന്ന് പറഞ്ഞാൽ DDL എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. DBMS എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് DDL ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അതുപോലെ തന്നെ 2 ലാംഗ്വേജസ് ഉണ്ട്. DML എന്ന് പറഞ്ഞാൽ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജും DCL എന്ന് പറഞ്ഞാൽ ഡേറ്റ കൺട്രോൾ ലാംഗ്വേജുമാണ്. ഇനി അടുത്ത് നോക്കാം DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം.
DOS ആണെങ്കിൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. DTP നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ, DTP ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. EDP എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ്. EDP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഡേറ്റ പ്രോസസ്സ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു എന്ന്. അപ്പോൾ ഈ ഡേറ്റ പ്രോസസ്സിങ് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതാണ് EDP. അടുത്ത EDSAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. എർനെറ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക്. FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ. അടുത്ത ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഫോർമുല ട്രാൻസ്ലേഷൻ ആണ് ഫോർട്രാൻ. നമ്മൾ കൊബോളൊക്കെ നേരത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞ സമയത്ത് പറഞ്ഞു. കൊബോൾ എന്ന് പറഞ്ഞാൽ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ബേസിക് എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ഇതൊന്നും നമ്മളിവിടെ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഫോർട്രാൻ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓരോ വട്ടം കേട്ട് നോക്കുക.